നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഉറപ്പായിട്ടും കേസ് കൊടുക്കണം മോളെ, അല്ലെങ്കിലേ തരം കിട്ടുമ്പോ ഇനി അവൻ ഇതുപോലെ നിന്നെ ഉപദ്രവിക്കും. സുമാര പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് കേട്ടാ. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ ആരുടെ മുന്നിൽ വേണമെങ്കിലും പറയും. എന്നാ വാ മോളെ. അപ്പോ നീ പറയത്തില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ്. ഇവന്റെ വീടൊന്ന് സെർച്ച് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണം. ശരി സാർ. ആഹാ, സുരേന്ദ്രനോ? എന്താണോ? എന്താ സുരേന്ദ്രൻ, എന്താ കാര്യം? സാർ, ഇവനെതിരെ ഒരു പരാതി തരാനാണ് ഞാൻ വന്നത്. ഇവനെതിരെ പരാതിയോ? എന്താ സംഭവം? സാർ, 2 ദിവസം മുമ്പ് ഇവന്റെ ആൾക്കാരും ചേർന്ന് എന്റെ മോളെ വഴിയിലിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. നേരാണോടാ? അയ്യോ സാറേ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവര് നുണ പറയാ. എനിക്ക് ഈ കുട്ടിയെ അറിയാൻ പോലുമില്ല. ഉപദ്രവിച്ച ഇവൻ തന്നെയാണെന്ന് കുട്ടിക്ക് ഉറപ്പുണ്ടോ? സാർ, ഇവനും ആ അകത്ത് കിടക്കുന്നവരും സംഘത്തിലുണ്ടായിരുന്നതാ മോള് പറയുന്നത്. ഇതുവരെ മയക്കുമരുന്ന് കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സ്ത്രീപീഡനം കൂടിയായി. സാറേ, ഇവര് വെറുതെ പറയുന്ന സാറേ. അല്ല സാർ, എന്റെ മോള് കള്ളം പറയാറില്ല. ഇയാളുടെ ഹോട്ടലിൽ പോയപ്പോഴാ സംഭവം ഉണ്ടായത്. നേരാണോടാ? അതെ സാറേ. തിരിച്ചു പോകുമ്പോ ഓട്ടോ കേടാണെന്ന് പറഞ്ഞ് ഈ മോളെ ഇറക്കി വിടാൻ വേണ്ടി എനിക്ക് കുറച്ച് പൈസ തന്നിരുന്നു. അപ്പോഴത്തെ ഒരു മനസ്സിന് ഞാനത് വാങ്ങിച്ച് ഇവര് പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നീടാ എനിക്കതിന്റെ അപകടം മനസ്സിലായത്. വിദ്യാമയ ഈ പെൺകുട്ടിയെ എന്നോട് രക്ഷിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഓട്ടോയായി പോയപ്പോഴേ ആ ഗോഡൌണിനടുത്തുള്ള പറമ്പിൽ വെച്ചിട്ട് ഇവരെല്ലാരും കൂടെ ഈ മോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനാണ് ഇവരിൽ നിന്ന് ദേവൂട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഓ, അപ്പൊ ദൃക്സാക്ഷിയായി. അല്ല, സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴാണോ പരാതിയായിട്ട് വരുന്നത്? അത് ഞാൻ ഇന്നാണ് ഈ സംഭവങ്ങൾ അറിയുന്നത്. തന്നെയല്ല, കേസ് കൊടുക്കണ്ടെന്നും മോളെ ദ്രോഹിച്ചവർക്കുള്ള ശിക്ഷ ദേവി കൊടുത്തോളൂ എന്നും വിദ്യാമ്മ മോളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാ മോള് മടിച്ചത്. അതാരാ ഈ വിദ്യാമ്മ? അതൊരു അമ്പലവാസി സ്ത്രീയാ സാറേ. ഏതു നേരവും അവർ മൂകാംബിക അമ്മയുടെ സന്നിധിയിലുണ്ടാവും. അവർ വളരെ നല്ല സ്ത്രീയാ. അവർ അമ്പലവാസിയാണെങ്കിൽ അമ്പലത്തിന്റെ കാര്യങ്ങൾ നോക്കി അടങ്ങിയൊതുങ്ങിയിരിക്കണ്ടേ? പോലീസുകാരുടെ പണി നോക്കാൻ നിൽക്കണ്ട. കുറ്റവും ശിക്ഷയൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഇവിടെ നീതിന്യായ സംവിധാനങ്ങളുണ്ട്. അയ്യോ സാറേ, അവരൊരു ദൈവാധീനമുള്ള സ്ത്രീയാ. യൗമാരിൽ നിന്നും ദേവൂട്ടിയെ രക്ഷിക്കാൻ എന്നെ സഹായിച്ചതും ഉപദേശിച്ചതും ആ വിദ്യാമയാ. ഞാൻ പറഞ്ഞില്ലേ സാറേ, അവരൊരു കുഴപ്പം പിടിച്ച സ്ത്രീയൊന്നും അല്ല. സാധുക്കളെ സഹായിക്കുകയും ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യും. സാറേ, അവര് വെറുതെ കള്ളക്കഥകൾ പറഞ്ഞ് ആൾക്കാരുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി നടക്കുന്നൊരു സ്ത്രീയാ. ഇവരെ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ, അല്ലാതെ ഞങ്ങൾ ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇയാൾ വിചാരിച്ച 3-4 പേരെ എതിരിട്ട് ഈ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? നിന്റെ അഭിപ്രായം ചോദിച്ചില്ല. ആദ്യം നീ ഞാൻ ചോദിച്ച ഉത്തരം പറ. എന്തായാലും നിനക്ക് കുറച്ചു കാലം ഊണകത്താക്കാനുള്ള വകുപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. സർ, ആ വിദ്യാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ വിളിച്ചു വരുത്തണം. അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അത് വേണം സാറേ. അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താന്ന് പറഞ്ഞാ വേണ്ടിവരും. അവരുടെ അത്ഭുത സിദ്ധി എന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. സാറേ, അതൊന്നും അവരുടെ അത്ഭുത സിദ്ധി അല്ല സാറേ. സാക്ഷാൽ മൂകാംബിക അമ്മയായിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാ. താൻ എന്താ അനാവശ്യോടെ ഈ പറയുന്നേ? പിന്നെ ഗുണ്ടകൾ ഓടിക്കുന്നതും പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്തുന്നതല്ലേ ദേവിയുടെ പണി? എടോ, ഇതിലെന്തൊക്കെയോ തട്ടിപ്പുണ്ട്. അതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അവരെ കൂടെ വിളിച്ചു വരുത്തണം.
ഇപ്പൊ തന്നെ തൊണ്ടി യവന്മാരുടെ കയ്യിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ നമ്മളാകെ പെട്ടിരിക്കുക. അപ്പോഴാ ഈ ഒരു കേസ് വന്നത്. ഇതും തെളിവില്ലാതെ പോയാൽ ഇവന്മാരെ പോലുള്ള ക്രിമിനൽസ് രക്ഷപ്പെടും. അത് ശരിയാവില്ല. ആ, അവനെ ഞാൻ തപ്പിയെടുത്തോളാം. ആ, പിന്നെ നടന്ന സംഭവങ്ങൾ റൈറ്ററോട് പറഞ്ഞ് പരാതിയിൽ ഒപ്പിട്ട് പൊയ്ക്കോളൂ. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി സാർ. വാ മോളെ. ദോ, ഓ താനും സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് പോയാൽ മതി. ശരി സാർ. ഓക്കെ. വാ. ദോ, ഇവനോട് പിടിച്ചാകത്തിട്ടേക്ക്. ശരി സാർ, സാർ, ഞാൻ പറയുന്നത് സാറേ 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 ഞാൻ അല്ല സാറേ. ആ, വിദ്യ അമ്മ. ആ അമ്മയെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അല്ല, ഇതൊക്കെ കേട്ടാ ചിരിക്കാതെ പിന്നെ എന്താ ചെയ്യാ ദേവൂട്ടി? അപ്പോ ആ എസ് ഐ എനിക്കെതിരെ നടപടി എടുക്കുന്നാണോ പറയണേ? ഉം. അത് അയാള് തന്നെ പറയേണ്ട കാര്യമല്ലേ? എന്റെ അറിവിൽ ഞാൻ അങ്ങനെ ആരെയും രക്ഷിക്കാൻ പോയിട്ടില്ല. ദേവൂട്ടിക്കറിയാലോ, സത്രം വിട്ടാൽ ക്ഷേത്രം, ക്ഷേത്രത്തിൽ നിന്ന് നേരെ സത്രം. ഇതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് ചെയ്യാനാ? ഒക്കെ ദേവി മഹാമായ അയാളെ കൊണ്ട് തോന്നിപ്പിച്ചതാവും. അല്ലാതെ ഞാൻ അയാളെ ഒന്നും ചെയ്തിട്ടില്ല. ദേവൂട്ടിയെ ഞാൻ പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയതായിട്ട് തോന്നിയിട്ടുണ്ടെന്നോ? അതൊക്കെ നിന്റെ തോന്നലാണ് ദേവൂട്ടി. ഒരുപക്ഷെ അമ്മ നിന്നെ കൊണ്ട് അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നതും ആവാം. പിന്നെ അയാള് പറഞ്ഞില്ലേ, നീതിയും ന്യായവും ഒക്കെ നടത്തുന്നത് ദൈവം അല്ലാന്ന്. അതിൽ അല്പം പെശകുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കേണ്ടത് ഭരണാധിപന്മാരും അവരുടെ കയ്യാളന്മാരും ഒക്കെ ആയിരിക്കാം. പക്ഷേ അമ്മയുടെ മണ്ണിൽ നടക്കുന്ന അനീതിയും അധർമ്മവും ആദ്യം തിരിച്ചറിയുന്നതും അതിനെ ഉന്മൂലനം ചെയ്യുന്നതും സാക്ഷാൽ ജഗദമ്പ തന്നെ ആയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേവൂട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ദേവി തന്നെയാണ് തന്നെ കൊണ്ടത് ചെയ്യിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായിന്ന് അല്ലേ? സാധാരണക്കാരനായ ഒരാൾക്കത് മനസ്സിലായെങ്കിലും ആ നിയമപാലകനത് മനസ്സിലായില്ല. സാരമില്ല, അജ്ഞതയുടെ അഹന്ത അനുഭവം കൊണ്ട് തിരുത്തിക്കോളൂ അയാൾ. അല്ല, ദേവൂട്ടി ഇന്ന് ശിവപ്രിയയുടെ അടുത്തേക്ക് പോകുന്നില്ലേ?